ഏതാണ്ട് ഒരാഴ്ച മുമ്പ് കോഴിക്കോട് വടകരയിൽ നടന്ന ഒരു സംഭവം പ്രേക്ഷകരുടെ മനസ്സിലുണ്ടാകുമല്ലോ. ക്യാരവാനിൽ വിഷവാതകം ശ്വസിച്ച് 2 യുവാക്കൾ മരിച്ച സംഭവം. അതെങ്ങനെയാണ് ഉണ്ടായത് എന്നതിലെയൊക്കെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. വാഹനത്തിൽ ഇന്ന് വിദഗ്ധ സംഘം പരിശോധന നടത്തുന്നുണ്ട്. ക്യാരവാനിന്റെ ഉള്ളിൽ എങ്ങനെയാണ് കാർബൺ മോണോക്സൈഡ് എത്തിയത് എന്ന് കണ്ടെത്താനാണ് ഇന്നത്തെ ഈ പരിശോധന. ജോഷില PV വിവരങ്ങൾ നൽകാനുണ്ട് കോഴിക്കോട് നിന്ന്. ജോഷില, ഗുഡ് മോർണിംഗ്. അന്ന ഗുഡ് മോർണിംഗ് അന്ന. അതെ ജോഷില, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വളരെ ഞെട്ടലോടുകൂടി കേട്ട ഒരു വാർത്തയാണ്. ഇതെങ്ങനെയാണ് ഇത് സംഭവിച്ചത് എന്നത് കൃത്യമായി അറിയേണ്ടതുണ്ട്. അതിനുള്ള മുൻകരുതലുകൾ തുടർന്ന് നമുക്ക് എടുക്കേണ്ടതാണ്. AC-യുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നമാണോ ഈ കാർബൺ മോണോക്സൈഡ് വാഹനത്തിനുള്ളിൽ വന്നത് എന്ന തരത്തിലുള്ള സംശയങ്ങളും ദുരൂഹതകളും ഒക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. എന്താണ് ഇന്നത്തെ ഒരു പരിശോധനയുടെ ഉദ്ദേശം? അത് ഏത് സമയത്ത് തുടങ്ങുമെന്ന് കരുതാം? അന്ന, വടകര കരിമ്പനപ്പാലത്ത് 2 പേർ കാരവാനിൽ മരിച്ചതുമായി ബന്ധപ്പെട്ട് ഇന്ന് വിദഗ്ധ സംഘം കാരവാൻ പരിശോധന എത്തും. അത് ഫോറൻസിക് വിഭാഗവും അതുപോലെ തന്നെ NIT-യിലെ വിദഗ്ധരും സയന്റിഫിക് വിഭാഗവും അതുപോലെ പോലീസ്, മോട്ടോർ വാഹന വകുപ്പിലെ AC പരിശോധന വിദഗ്ധരടക്കമാണ് ഇന്ന് പരിശോധനയ്ക്ക് എത്തുക എന്നുള്ളതാണ് SP നിതിൻ രാജ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കാര്യമായ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് ജനറേറ്ററിൽ നിന്നും ഇവർ 2 പേരും ഉണ്ടായിരുന്ന ഭാഗത്തേക്ക് കാർബൺ മോണോക്സൈഡ് പ്രവഹിച്ചതെന്ന് കണ്ടെത്താനാണ് ശ്രമം. അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടിൽ ഇത്തരത്തിൽ കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചാണ് മരിച്ചത് എന്നുള്ള വിവരങ്ങളുമുണ്ട്. അതുകൊണ്ട് തന്നെ ഏത് രീതിയിലാണ് കാർബൺ മോണോക്സൈഡ് വാഹനത്തിനുള്ളിലേക്ക് വന്നത്, പ്രവേശിച്ചത് എന്നുള്ള ഒരു പ്രശ്നം കൂടി നിലനിൽക്കുന്നുണ്ട്. അത് തെളിയിക്കേണ്ടത് ഒരു ബാധ്യതയായി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇന്ന് 10 മണിയോടുകൂടി വിദഗ്ധ സംഘം ഇതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന ആരംഭിക്കും എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ലഭിക്കുന്നത്. കണ്ണൂർ സ്വദേശിയും മലപ്പുറം സ്വദേശിയുമാണ് മരിച്ച 2 പേർ. വാഹനത്തിൻ്റെ ഡ്രൈവർ ആണ് ഒരാൾ. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട്, ഇവരുടെ മരണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ദുരൂഹതയുണ്ടോ, അതോ ഈ ജനറേറ്ററിൽ നിന്നും കാർബൺ മോണോക്സൈഡ് പ്രവഹിച്ചത് തന്നെയാണോ മരണകാരണം എന്നുള്ളത് കണ്ടെത്താനുള്ള ശാസ്ത്രീയ പരിശോധനകളാണ് ഇന്ന് പുരോഗമിക്കുക. അന്യ. അതെ ജോഷില, ഈ കഴിഞ്ഞ മാസങ്ങളിൽ ഒരു 6 മാസത്തിനിടയ്ക്ക് ഇതിന് സമാനമായ ഒരു സംഭവം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. അതുകൊണ്ട് അടിയന്തരമായി തന്നെ ഇത് എങ്ങനെ സംഭവിച്ചു എന്നതിൽ ഒരു അന്തിമമായ ഒരു ധാരണ ഉണ്ടാകേണ്ടതുണ്ട്. അതിൻ്റെ അന്വേഷണമാണ് പുരോഗമിക്കുന്നത്. എങ്കിലും ഇന്ന് ഈ പരിശോധന നടക്കുന്നതോടുകൂടിയാണ് അതിൽ കൃത്യമായൊരു ധാരണയുണ്ടാവുക, വ്യക്തത വരികയുള്ളൂ. ഇതുവരെയുള്ള ഒരു പ്രാഥമിക നിഗമനത്തിൽ എന്താണ് സംഭവം എന്നാണ് അന്വേഷണ സംഘം വിലയിരുത്തുന്നത്? അന്ന, ഈ കാർബൺ മോണോക്സൈഡ് തന്നെയാണ് പ്രശ്നം എന്നുള്ളത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ പ്രാഥമിക റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. അത് രാസപരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ആന്തരികാവയവങ്ങളുടെയും രക്തസാമ്പിളിൻ്റെയും ഫലവും പുറത്തു വരേണ്ടതുണ്ട്. ഇതൊക്കെ തന്നെ കഴിഞ്ഞാൽ മാത്രമേ ഇത് തന്നെയാണോ കാരണം എന്നുള്ളത് കൃത്യമായി വിലയിരുത്താനാവൂ. അതുകൊണ്ട് തന്നെ മാത്രമല്ല, എങ്ങനെയാണ് വാഹനത്തിൽ കാർബൺ മോണോക്സൈഡ് വന്നു ചേർന്നത്, AC-യുടെ പ്രശ്നമാണോ, ജനറേറ്റർ ലീക്കാണോ, എങ്ങനെയാണ് എത്തിച്ചേർന്നത്, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, ആരെങ്കിലും ഇതിൽ പങ്കാളിയായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തണമെങ്കിൽ എങ്ങനെയാണ് കാർബൺ മോണോക്സൈഡ് വാഹനത്തിനുള്ളിൽ എത്തിയത് എന്നുള്ളതും ഇവർ 2 പേരും കിടക്കുന്ന ഭാഗത്തേക്ക് ഇതെങ്ങനെയാണ് ഇവർ 2 പേരും ശ്വസിക്കാൻ ഇടയായത് എന്നുള്ള കാര്യങ്ങളടക്കം തെളിയിക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കാർബൺ മോണോക്സൈഡ് തന്നെയാണോ വില്ലൻ എന്ന് അറിയേണ്ടതും തെളിയിക്കപ്പെടേണ്ടതും ഉള്ളതുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു പരിശോധനയ്ക്ക്, സയന്റിഫിക്കായ പരിശോധനയ്ക്ക് NIT-യിലെ വിദഗ്ധരെയും ഫോറൻസിക് വിഭാഗത്തെയും അതുപോലെ തന്നെ AC വിദഗ്ധരെയും അടക്കം ഉൾപ്പെടുത്തി, മോട്ടോർ വാഹന വകുപ്പിലെ AC വിദഗ്ധരെയും അടക്കം ഉൾപ്പെടുത്തിയാണ് ഇത്തരത്തിൽ ഒരു പരിശോധന നടത്തുക. ഏകദേശം 10 മണിയോടുകൂടി ഈ പരിശോധന നടക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അന്ന. ശരി ജോഷില, അപ്പോൾ അടുത്ത മണിക്കൂറിൽ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ, ഇതിലൊരു വ്യക്തത നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും എന്നാണ് കരുതുന്നത്. ജോഷില PV വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. വടകരയിലെ സംഭവമാണ്. കോഴിക്കോട് വടകരയിൽ ക്യാരവാനിൽ വിഷവാതകം ശ്വസിച്ച് 2 യുവാക്കൾ മരിച്ച സംഭവം. വളരെ ഞെട്ടലോടുകൂടിയാണ് നമ്മൾ ആ വാർത്ത കേട്ടത്. പക്ഷേ ഇതുവരെ അതിൽ കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചാണ് മരിച്ചത് എന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. പക്ഷേ ഈ കാർബൺ മോണോക്സൈഡ് എങ്ങനെ വാഹനത്തിൽ വന്നു എന്നതിൻ്റെ അന്വേഷണം, അതിൻ്റെ വിദഗ്ധ പരിശോധനയാണ് ഇന്ന് നടക്കുന്നത്.